ഹലോ, വിഷ്ണുവാണ്. ഇന്ന് എനിക്ക് ആക്ച്വലി കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ ചുരുക്കി എടുക്കാനാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. എല്ലാ വീഡിയോയിലും പറയാൻ സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല. ആരെങ്കിലും കാണുന്നെങ്കിൽ കാണട്ടെ എന്ന് വിചാരിച്ചിടുന്നതാണ്. ഒന്ന് മമ്മൂട്ടി കമ്പനി, അശ്വന്ത് കോക്ക്, ടർബോ. അപ്പം ഞാൻ ടർബോ രാത്രി കണ്ടായിരുന്നു. ഇന്നലെയല്ല, പിന്നെ ഞാൻ രാത്രി കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അപ്പം തൊട്ടേ ഇങ്ങനെ തോന്നി. ഞാൻ അതിന് ശേഷം റിവ്യൂ കണ്ടായിരുന്നു. അശ്വന്ത് കോക്കിൻ്റെ ഒക്കെ റിവ്യൂ കണ്ട്. എനിക്ക് പുള്ളിയുടെ റിവ്യൂ കുഴപ്പമൊന്നുമില്ല. ഞാൻ സിനിമ കണ്ടതിന് ശേഷമേ പുള്ളിയുടെ റിവ്യൂ കാണുള്ളൂ, അല്ലാതെ ഞാൻ കാണത്തില്ല. അത് എൻ്റെ ഒരു നേച്ചറാണ്. ചിലർക്ക് റിവ്യൂ കണ്ടതിന് ശേഷം പോകാനായിരിക്കും ഇഷ്ടം. ഞാൻ എപ്പോഴും എനിക്ക് എനിക്ക് കാണണം എന്ന് ആഗ്രഹമുള്ള സിനിമയാണെങ്കിൽ ഞാൻ റിവ്യൂ കാണത്തില്ല. ഞാൻ പോയി കണ്ടിട്ട് പുള്ളിയുടെ റിവ്യൂ കാണും. എനിക്ക് തോന്നിയതുപോലെയാണ് തോന്നിയത്, അല്ലെങ്കിൽ പുള്ളിക്ക് തോന്നിയെന്നൊക്കെ ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് കാണും. 1, 2, 3 പേരുടെ ഞാൻ കാണും, റിവ്യൂ കാണും. എനിക്ക് തോന്നിയതുപോലെയാണ് എന്ന്. അപ്പം ഇപ്പം പുള്ളിയുടെ റിവ്യൂ ഞാൻ കണ്ടായിരുന്നു. സിനിമ കഴിഞ്ഞിട്ട് ഞാൻ കണ്ടു. പിന്നെയാണ് അപ്പോഴാണ് മറ്റേ സാധനം പറഞ്ഞത്, ഈ മമ്മൂട്ടി കമ്പനി പുള്ളിയുടെ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തെന്നുള്ള കാര്യമൊക്കെ ഞാൻ അറിഞ്ഞത്. അതൊക്കെ ഭയങ്കര ചൈൽഡിഷാണ്. അത് പുള്ളി ഇപ്പോൾ എന്ത് പറഞ്ഞാലും മമ്മൂട്ടി കമ്പനി പോലൊരു പ്രൊഡക്ഷൻ ഹൗസ് ഒന്നും അങ്ങനെ ഒരു വീഡിയോ അത് ഭയങ്കര മോശമായിപ്പോയി. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ അശ്വന്ത് കോക്കിനെ കുറിച്ച് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അശ്വന്ത് കോക്ക് എൻ്റെ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യും പോലെ ആയിരിക്കും. ആ ഒരു സെയിം സാധനമാണ് ഇത്രയും വലിയൊരു മമ്മൂട്ടി കമ്പനി പോലൊരു പ്രൊഡക്ഷൻ കമ്പനി പുള്ളിയുടെ വീഡിയോ എന്താണ് അത് വെറും ചുമ്മാ ഒരു, അതായത് എന്താണ് ഈ പോസ്റ്റർ എന്തോ ഒഫീഷ്യൽ പോസ്റ്റർ എന്തോ പബ്ലിഷ് തംബ്നെയിലിൽ വെച്ചെന്ന് പറഞ്ഞിട്ടാണ് ടേക്ക് ഡൗൺ ചെയ്ത് സ്ട്രൈക്ക് കൊടുത്തെന്ന് തോന്നുന്നു. അത് ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ അത് ഇപ്പം മമ്മൂട്ടി ഡയറക്റ്റ് ഒന്ന് സ്ട്രൈക്ക് ചെയ്തായിരിക്കത്തില്ല, എന്നാലും പുള്ളിയുടെ ഇൻവോൾവ്മെന്റ് എന്തായാലും കാണും. അപ്പം അതിന് കാര്യമില്ല. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ റിവ്യൂ വരും എന്ന് അറിയാം. അതൊരു എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ എന്തിനാണ് അത് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മൈൻഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ മൈൻഡ് ഇരിക്കുന്നതായിരുന്നു നല്ലത് എന്ന് എനിക്ക് തോന്നി. ടർബോ കണ്ടു. ടർബോ നമ്മൾ ട്രെയിലറിൽ എന്താണോ അത് തന്നെ, അത് പ്രതീക്ഷിച്ച് പോയാൽ മതി. മമ്മൂട്ടിയുടെ അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഒരു ഒരു ഫുൾ ഫ്ലെജ്ഡ് ആക്ഷൻ പടം അത് തന്നെയാണ്. അത് ട്രെയിലർ കാണുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പം പുള്ളിക്കിപ്പം എത്ര 73 വയസ്സെന്തോ ആയി. എൻ്റെ അച്ഛന് 70 വയസ്സാണ്. അച്ഛനിപ്പോൾ പുറത്തൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പം എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് പുള്ളി ഇപ്പോഴും ആ സിനിമ ചെയ്തതെന്ന് നമ്മൾ ആലോചിച്ചാൽ കൊള്ളായിരിക്കും. അപ്പം ഫുൾ ഫ്ലെഷ്ഡ് ആണ്. അതായത് ഫുൾ ആക്ഷനാണ്. നമ്മൾ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ അടി, ആ ഒരു സ്കീം തന്നെയാണ്. മൊത്തം അങ്ങനെയാണ് ഇരുന്ന് കാണേണ്ടത്. അപ്പം എൻ്റെ അച്ഛനൊക്കെ അങ്ങനത്തെ പടങ്ങളൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ കുറേ ഓഡിയൻസിന് അങ്ങനത്തെ പടങ്ങൾ ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. പിന്നെ എല്ലാ സിനിമയും എന്താണ് റിയലിസ്റ്റിക് ആയിരിക്കണം, അല്ലെങ്കിൽ മേക്കിംഗ് അങ്ങനെ ഇരിക്കണം, ഇങ്ങനെ അങ്ങനെ അങ്ങനെ നമ്മൾ പറയേണ്ട കാര്യമില്ല. സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ സൂപ്പർ ഹീറോ സിനിമ ഒക്കെ കാണുമല്ലോ, അതുപോലെ വേറൊരു സാധനമാണ് ഇത്. നമുക്ക് എന്താണ് പണ്ട് നമ്മൾ സിനിമ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ കിട്ടുമായിരിക്കും, നടക്കൂല എന്ന് നമുക്കും അറിയാം. പക്ഷെ നമ്മൾ ചുമ്മെങ്കിലും ആഗ്രഹിക്കും. എല്ലാവരുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. നമ്മളെവിടെയെങ്കിലും നിൽക്കുമ്പോൾ ആരെങ്കിലും അലമ്പ് കാണിക്കുമ്പോൾ ഇവനെ ഇടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നമ്മൾ ഇടിക്കത്തില്ല. ഇടിക്കാൻ പോണവരൊക്കെയാണ് അങ്ങനത്തെ രീതിയിലൊക്കെ പോകുന്നത്. അപ്പൊ ഇത് അങ്ങനത്തെ ഒരു സാധനമാണ്. സാധാരണക്കാരൻ ഒരു ഇടുക്കിക്കാരന്റെ ഒരു സാധനമാണ്. കഥയൊക്കെ നമുക്ക് കണ്ടു തുടങ്ങുമ്പോഴേ ഏകദേശമൊക്കെ മനസ്സിലാവും. മറ്റേ പ്ലോട്ട് ട്വിസ്റ്റ് അങ്ങനെയൊന്നുമില്ല. ക്ലീശ എന്ന് സിനിമയിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ക്ലീശ ഇഷ്ടമില്ലാത്ത ആളാണെന്നൊക്കെ പറയും. പക്ഷെ ക്ലീശയാണ്, എല്ലാം ക്ലീശയാണ്. ചിലതിനെയൊക്കെ അല്ലാതെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് അശ്വന്ത് കോക്കിന്റെ റിവ്യൂവിൽ ഒരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത സംഭവം എന്ന് പറഞ്ഞാൽ, പുള്ളിയുടെ കാഴ്ചപ്പാടിലാണ് റിവ്യൂ പറയുന്നത്. അപ്പൊ പുള്ളി അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് പുള്ളിക്ക് എന്താണ് തോന്നുന്നത് അതാണ് റിവ്യൂ ആയിട്ട് പറയുന്നത്. അപ്പൊ ഈ ടർബോയുടെ റിവ്യൂവിൽ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത ഒരു സാധനം, എവിടെയൊക്കെ കുറച്ച് ചളി കോമഡി കൊടുത്തിട്ടുണ്ട്. ഈ ചളി കോമഡി കണ്ടിട്ട് ആൾക്കാർ എന്തിനാണ് ഇരുന്ന് ചിരിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് അവരുടെ ഇഷ്ടമാണ്. അവര് ചിരിക്കണോ വേണ്ടെന്ന് അവരുടെ ഇതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ചിരി വരാത്തതുപോലെ അവർക്ക് ചിരി വന്നു. അത് നിങ്ങൾ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ നിങ്ങൾക്ക് ചിരി വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചിരി വന്നില്ല, അത്രയും പറഞ്ഞാൽ മതി. ഇപ്പം ഞാൻ അപ്പം ഇപ്പൊ എനിക്ക് സിനിമ കണ്ടോണ്ടിരിക്കുമ്പം എനിക്ക് ചിരി വന്ന് മറ്റുള്ളവർ ചിരിക്കുന്നില്ലെങ്കിൽ ഞാൻ അറിയേണ്ട കാര്യമില്ല. എനിക്ക് ചിരി വന്നു, ഞാൻ ചിരിക്കുന്നു. എനിക്ക് ചിരി വന്നില്ല, അവര് ചിരിക്കുന്നു, അവര് ചിരിക്കട്ടെ. ഇപ്പം എല്ലാ കോമഡികളും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അത് അങ്ങനെ ഇപ്പം റിവ്യൂ ചെയ്യുമ്പം സ്വന്തം ഒപ്പീനിയനാണ് പറയാൻ. മറ്റുള്ളവരുടെ മറ്റുള്ളവർ ചിരിച്ചുകൊണ്ട് അവരെ കളിയാക്കിയല്ല വേണ്ട. അപ്പം പുള്ളി എത്ര 3 ലക്ഷത്തി സംതിങ് എന്തോ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബറാണ്, എനിക്കറിയാം.
പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. പറയുമ്പം റിവ്യൂ പറയുമ്പോൾ സ്വന്തം കാര്യം പറയുക, അത്രേ ഉള്ളൂ. അതേപോലെ അത്രയാണ് എനിക്ക് തോന്നിയ സാധനം. പിന്നെ വേറെ വേറെ ഒരു ചാനലുണ്ട്, ഒരു മറുനാടൻ മലയാളി, അങ്ങനെ എന്തോ ആണ്, അങ്ങനെയാണ് പേര്. പുള്ളി പറയാണ് മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയവാദി എന്ന് മുദ്ര കുത്തപ്പെടും, അതുകൊണ്ട് ചിലർ മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് റിവ്യൂ മയത്തിലേ പറയുള്ളൂ. എന്ത് ഊളത്തരമാണ് പറയുന്നത് നിങ്ങൾ! ഇതൊന്നും ചിന്തിക്കുപോലും ചെയ്യാത്ത ആൾക്കാരുടെ അടുത്താണ് ഇതൊക്കെ പറയണം. അപ്പം നിങ്ങളാണ് സത്യം പറഞ്ഞ വർഗീയവാദം അല്ലെങ്കിൽ ഇതൊക്കെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതും ഭയങ്കര മോശമായിട്ടുള്ളൊരു സാധനമാണ്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. മോഹൻലാലിനെ പറയുന്നത്, പിന്നെ മോഹൻലാലിന്റെ സിനിമ, പിന്നെ വേറൊരു കാര്യം പുള്ളി പറയും, മോഹൻലാലിന്റെ മലയക്കോട്ടയിൽ വാലിബൻ 6 ബോറൻ പടമാണ്, അതിനെ വലിച്ചു കീറിയതാണ് അശ്വന്ത് കോക്ക്, അപ്പൊ അപ്പോഴൊന്നും മോഹൻലാൽ ഒന്നും ചെയ്തില്ല. അത് പറഞ്ഞിട്ട് ഇപ്പം വാലിബൻ അങ്ങനത്തെ ഒരു പടം, എനിക്ക് ആക്ച്വലി വാലിബൻ എനിക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു സിനിമയായിരുന്നു. എനിക്ക് എബോ ആവറേജ് ആയിട്ടുള്ള ഒരു പടമായിരുന്നു വാലിബൻ. അങ്ങനെ അത്രയും കുറ്റം പറയാനുള്ള സാധനമൊന്നുമില്ല, ഒരു എക്സ്പെരിമെന്റ് പോലത്തെ ഒരു പടമാണ്. ഇപ്പൊ എന്തെടുത്താലും ഈ കുറ്റം പറയുന്നവരാണ്, അതായത് കുറ്റം പറയുന്നവർ മീൻസ് എന്തെടുത്താലും കുറെ പേർക്ക് ഇഷ്ടപ്പെടും, കുറെ പേർക്ക് ഇഷ്ടപ്പെടത്തില്ല, അല്ലെങ്കിൽ മെജോറിറ്റി ഇഷ്ടപ്പെടും, കുറച്ച് പേർ ഈ ഇഷ്ടപ്പെടാത്തതായിട്ട് എന്തായാലും എല്ലാ പടത്തിനും ഇഷ്ടപ്പെടാത്തതായിട്ട് കുറച്ച് ആൾക്കാർ കാണും, അല്ലെങ്കിൽ എന്ത് സാധനത്തിനും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടില്ല. അതങ്ങനെയാണ്, അത് നമ്മുടെ ഹ്യൂമൻ നേച്ചറാണത്. ഇപ്പം ദൃശ്യം ഇഷ്ടപ്പെടാത്തൊരു ഫ്രണ്ട് എനിക്കുണ്ട്, അതേപോലെ കുറെ പേർക്ക് ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടത്തില്ല. ഇപ്പം അശ്വന്ത് കോക്ക് മമ്മൂട്ടിക്കെതിരെ അങ്ങനെ എന്തോന്ന് ബോർ പടമാണെങ്കിൽ വർഗീയവാദി എന്ന് മുദ്ര കുത്തുമെന്ന് പറഞ്ഞിട്ട് പുള്ളി പേടിച്ച് പറയാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇതൊക്കെ പറയുന്നവരുടെ ഉള്ളിലാണ് വർഗീയവാദം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ചിലപ്പം ചില ഫാൻസ് ഇങ്ങനെ പറയുമായിരിക്കും, മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. അല്ലാതെ നമ്മള് റിവ്യൂ പറഞ്ഞതിന്, മമ്മൂട്ടിക്കെതിരെ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാല് വർഗീയവാദം എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതാണ്. പിന്നെ തലവനും ഞാൻ കണ്ടായിരുന്നു. തലവൻ ആക്ച്വലി കുഴപ്പമില്ലാത്തൊരു പടമാണ്. ആസിഫ് അലിയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജിസ് ജോയുടെ ഒരു ഡയറക്ഷൻ അറിയാമല്ലോ, കുറച്ചൊക്കെ ഒരു ചെറിയ സമയത്തൊക്കെ ഡ്രാമ അങ്ങനത്തെ ഒരു സാധനം വരും. അഭിനയിക്കാൻ എല്ലാരെ കൊണ്ട് നേരെ അഭിനയിപ്പിക്കത്തില്ല എന്ന് തോന്നും ചില സമയത്ത്. പുള്ളിയുടെ കൂട്ടുകാരനെ കൊണ്ടൊക്കെ ആയിരിക്കും ചില ക്യാരക്ടറൊക്കെ ചെയ്യിപ്പിച്ചെന്ന് തോന്നും. തലവൻ ആക്ച്വലി നല്ല പടമാണ്. കാണാൻ നല്ല കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ നല്ല ഒഴുക്കുള്ള ഒരു പടമാണ്. കുറച്ചും കൂടെ ചുരുക്കിയാൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നി, എന്നാലും കൊള്ളാം, നല്ല പടമാണ്. ബിജു മേനോൻ ചെയ്തിട്ടുണ്ട്, ആസിഫ് അലി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. ഇതാണ് എനിക്ക് പറയാൻ ഉണ്ടായിരുന്ന കാര്യങ്ങൾ. വേറെ കുറെ എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതാണ് എന്റെ മെയിൻ കാര്യം, ടർബോ മമ്മൂട്ടി കമ്പനി അശ്വന്ത് കോക്ക്. അപ്പം റിവ്യൂ പറയുമ്പോൾ പിന്നെ ഈ റിവ്യൂവേഴ്സ് സിനിമ കണ്ടിട്ട് വന്നിരുന്ന് കഥ പറയണ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പടം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ അത് പറഞ്ഞാൽ മതി. ഈ സിനിമ ഇറങ്ങി ഫസ്റ്റ് ദിവസം തന്നെ ഈ കഥ റിവീൽ ചെയ്താലേ എല്ലാവരും റിവ്യൂ കാണും അങ്ങനെയൊന്നുമില്ല. കഥയിൽ എങ്ങനെയൊക്കെ പറഞ്ഞാലും കഥ പറയാതെ റിവ്യൂ ചെയ്യാൻ പറ്റും. നമ്മളിപ്പം ഈ പുള്ളി എത്ര ആക്ഷൻ ഉണ്ട്, അതിൽ ആ സീനുണ്ട് ഈ സീനുണ്ടെന്നൊക്കെ എനിക്ക് തോന്നുന്നു അശ്വന്ത് കോക്ക് മാത്രമല്ല, റിവ്യൂ പറയുന്ന കുറച്ച് പേര് അത് കഥ സ്റ്റോറിയും കൂടെ ചേർത്തിട്ടാണ് പറയണേ. പറയുമായിരിക്കും, സ്പോയിലർ അലേർട്ടൊക്കെ കാണും, എന്നാലും കഥ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സിനിമ കൊള്ളാമോ ഇല്ലയോ അത്രയും മതി. ഒരാൾക്ക് തിയേറ്ററിൽ പോയി കാണണ്ടേന്ന് വിചാരിച്ചായിരിക്കും ചിലരൊക്കെ റിവ്യൂ കാണുന്നത്. അപ്പം കഥ മാക്സിമം പുറത്തുവിടാതെ റിവ്യൂ ചെയ്താൽ കൊള്ളായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഈ വീഡിയോ പുള്ളി കാണുമോ ഒന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. യൂട്യൂബില് എല്ലാവരും നമ്മൾ ഒപ്പീനിയനും പറയണം, എന്തെങ്കിലും ഒരു കാലത്ത് റീച്ച് കിട്ടും, വൈറലാവും എന്നൊക്കെ വിചാരിച്ചായിരിക്കും എല്ലാവരും വീഡിയോ ചെയ്യുന്നത്. അതേപോലെയാണ് ഞാനും ചെയ്യുന്നത്. അപ്പം കാണുന്നെങ്കിൽ കാണട്ടെ, അപ്പൊ അത്രേ ഉള്ളൂ പറയാൻ. താങ്ക് യു.